വിളിച്ച വിളിക്ക് യോഗ്യനാകുക. ബി റെഡി ഫോർ ദ കോൾ ഓഫ് യുവേഴ്സ്. നിന്നെ വിളിച്ച വിളിക്ക് യോഗ്യനാകുക. എല്ലാവർക്കും ഒരു കോളുണ്ട്, എ കോൾ ഫ്രം എബവ്. വിളിച്ചവൻ വിശ്വസ്തൻ. കർത്താവ് നമ്മളെ വിളിച്ച മക്കളാണ്. നമ്മുടെ മക്കളെ വിളിച്ച് നമ്മളെ വിളിച്ചവരാണ്. ഓരോരുത്തർക്കും ഓരോ ജോലിയുണ്ട്. നമ്മളത് മനസ്സിലാക്കിയാലുണ്ടല്ലോ, ചിലർക്ക് വലിയ ജോലികൾ ചെയ്തെടുക്കാൻ കഴിയും, ചിലർക്ക് ചെറുത്. പക്ഷെ അവരെ അതാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു ചേർച്ച് നോക്കിയാൽ മുമ്പിൽ നിൽക്കുന്ന അച്ഛന്മാരുണ്ട്, അവരുടെ കൂടെ നിൽക്കുന്ന കപ്പിയാരുണ്ട്, അല്ലെങ്കിൽ സഭയിൽ പാസ്റ്ററുണ്ട്, ബാക്കിയുള്ളവർ കൂടെയുള്ള സഹപ്രവർത്തകരുണ്ട്, എല്ലാവരും ഉണ്ട്. അതെല്ലാം കഴിഞ്ഞേച്ച് ഈ പള്ളിയിലൊക്കെ ബെല്ലടിക്കുന്നവരാണ്, മണിയടിക്കാം. അതിനെ തന്നെ ഉപയോഗിക്കാറുള്ളൂ, വാതിൽ തുറക്കാൻ അടയ്ക്കാൻ. നമ്മൾ വിചാരിക്കും ഈ അച്ഛൻ മാത്രമാണ് ഇതിൻ്റെ വലിയ ആളുകളെന്ന്, അല്ലെങ്കിൽ അവിടെയുള്ള കപ്പിയാർ, അല്ലെങ്കിൽ അവിടുത്തെ, നമ്മളങ്ങനെയൊക്കെ ചിന്തിക്കും. പക്ഷെ നമ്മൾ ചിന്തിച്ച് നോക്കി, ഈ ബെല്ലടിക്കുന്ന ആൾക്കും ദൈവസന്നിധിയിൽ ഒരു പ്രസക്തിയില്ലേ? വാതിൽ തുറക്കുന്ന ആൾക്കും ഒരു പ്രസക്തിയില്ലേ? നമ്മുടെ പാട്ടുപുസ്തകം സൂക്ഷിച്ചു വെക്കുന്ന ആൾക്കും ഒരു പ്രസക്തിയില്ലേ? ഒരുപക്ഷെ അതിന് മാത്രമായിട്ടായിരിക്കും ദൈവം, ബെല്ലടിക്കാൻ മാത്രമായിട്ടായിരിക്കും ഒരു മനുഷ്യനെ ദൈവം ഭൂമിയിലോട്ട് വിട്ടു. നമുക്കറിഞ്ഞുകൂടില്ല. അങ്ങനെ ഒരു ബുക്കിനകത്ത് വായിച്ച് രണ്ട് പേര് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരാനായിട്ട് പ്ലാൻ ചെയ്യുകയാണ്. ഈ സ്വർഗത്തിലെ ആത്മാവിന് മരണമില്ല. അപ്പോൾ അവർ പ്ലാൻ ചെയ്തപ്പോൾ ഒരാൾ ഭൂമിയിൽ വന്ന് വലിയ വക്കീലായിത്തീരും, മറ്റേ ആൾ വക്കീലാകുമ്പോൾ ഇവൻ ചീത്തയായിപ്പോവും, അഴുക ദൈവത്തിൽ നിന്ന് ആറുന്നു പോകും. അപ്പം മറ്റേ ആൾ പറയുന്നു ദൈവത്തോട്, ഞാൻ പോകാം ധർമ്മക്കാരനായിട്ട്, ഇവന് വഴിതെറ്റിപ്പോകുമ്പോൾ ഇവൻ്റെ ഓഫീസിൻ്റെ മുമ്പിൽ ഞാൻ പോയി കിടന്നോളാം. അങ്ങനെ പല പ്രാവശ്യം എന്നെ കണ്ടു കഴിയുമ്പം അവന് മാനസാന്തരം വരത്തേക്കുള്ള ദൈവത്തിൻ്റെ പ്രവർത്തനം എന്നിൽ കൂടെ വരുമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു തീരുമാനിച്ചു വന്ന പോലെ തന്നെ ഈ മനുഷ്യൻ ഒരാൾ വലിയ ലോയറായി തീർന്നു. അദ്ദേഹത്തിന് പിന്നെ ആ കൂടെ എല്ലാം നമ്മുടെ കാൽ കീഴെന്നുള്ള ചിന്ത വന്നു. പക്ഷേ ഈ കൂട്ടുകാരന് ഒരു ധർമ്മക്കാരനായിട്ട് ഇതിൻ്റെ മുമ്പിൽ വന്ന് എപ്പോഴും നിൽക്കും. അങ്ങനെ പല പ്രാവശ്യമായി പിന്നെ ഇൻ്ററാക്റ്റ് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും. ആദ്യമേ വഴക്കായി, പിന്നെ ലാസ്റ്റിൽ ഈ മനുഷ്യനെ കൊണ്ട് പ്രയോജനപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തെ ദൈവം കൊണ്ടുവന്ന് മാനസാന്തരപ്പെടുത്തുന്നവനെ കൂടെ രക്ഷയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. അപ്പം ഈ ഭൂമിയിൽ വരുന്നത് ഒരു എളുപ്പമുള്ള കാര്യമല്ല. ഭൂമിയിൽ ജീവിക്കുന്ന അതിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ഒന്നിച്ച് നിൽക്കണമെങ്കിൽ തന്നെ വിചാരിച്ച് ഒക്കത്തില്ല. അപ്പോൾ സ്വർഗം ചില കാര്യങ്ങളങ്ങ് നിയോഗിച്ചയക്കുകയാണ്. ചില കാര്യങ്ങൾ ചെറുത് ചെയ്യണം, ചിലത് വലുത് ചെയ്യണം. ഏതാണെങ്കിലും ഒരാൾക്കൊരു കോളുണ്ട്. വി ഹാവ് എ കോൾ അപ്പോൺ അസ്. അത് ഏതാണെന്ന് അവനവൻ അറിയണം. എൻ്റെ കോൾ എന്താണെന്ന് ഞാനാണ് മനസ്സിലാക്കേണ്ടത്. വെൻ യു റീച്ച് ദാറ്റ് ഗോൾ അല്ലെങ്കിൽ ആ കോൾ, ആ വിളിക്ക് വന്ന് നമ്മൾ നിൽക്കുമ്പോൾ ദർ ഇസ് എ പീസ് ഇൻസൈഡ്. അത് എൻ്റെ ജീവിതത്തിൽ തന്നെ ഐ റിമെമ്പർ വെൻ ഐ വാസ് എ സ്മോൾ ഗേൾ. എൻ്റെ വല്യപ്പച്ചൻ എപ്പോഴും എന്നെ മാറ്റി നിർത്തി, മിക്കപ്പോഴും ജഡ്ജിമാരുടെ പടം, കോടതിയുടെ ഇങ്ങനെയൊക്കെ എന്നെ മാറ്റി നിർത്തി കാണിക്കും. ഈ വല്ലവരുടെയൊക്കെ നല്ല ജഡ്ജസിൻ്റെയൊക്കെ എന്തെങ്കിലും പ്രസ്താവന വരികയാണെങ്കിൽ എൻ്റെ ഗ്രാൻഡ് ഫാദർ മാറ്റി നിർത്തി ഇങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ കാണിച്ചു. അപ്പോൾ നമ്മുടെ തലയിലൊന്നും കയറിയിട്ടില്ല. ബട്ട് ഹി ഓൾവേസ് തോട്ട് ഐ വുഡ് ബിക്കം എ ലോയർ ഓർ എ ജഡ്ജ്. ദാറ്റ് വാസ് വാട്ട് ഈസ്. എങ്ങനെ സംഭവിച്ചതെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഹിസ് ഫ്രണ്ട്സ് വെയർ ഓൾ ജഡ്ജസ്, അതുകൊണ്ടായിരിക്കണം. അപ്പോൾ എന്നെയാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞാൽ ഈ ഒരു ഏരിയ മനസ്സിലായി എന്നെ മാറ്റി നിർത്തി പറയും. അപ്പം ഇൻ മൈ സബ് കോൺഷ്യസ് മൈൻഡ് ഒരു ലോയറാകാൻ സാധ്യതയുള്ള സ്വഭാവങ്ങൾ എനിക്കുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചില്ല. പക്ഷേ ഗ്രാൻഡ് ഫാദർ വിചാരിച്ച പോലെ തന്നെ ഞാനൊരു ലോയറാണായത്. അത് കഴിഞ്ഞ് ഞാൻ കേരള ഹൈക്കോർട്ടിൽ നിന്ന് പഠിച്ച് പാസ്സായി കഴിഞ്ഞിട്ട് ഇംഗ്ലണ്ടിൽ പോയത് തന്നെ ബാരിസ്റ്ററേറ്റ് ലോ എടുക്കാനാണ്. ബാരിസ്റ്ററേറ്റ് ലോ എന്ന് പറയുന്നത് നമുക്ക് അന്ന് ഇന്നും ഒരു പ്രശംസയേറിയ ഒരു ജോലിയായെന്ന് മനസ്സിലാക്കി നമ്മൾ ആ ഒരു ലൈനിലേക്ക് തിരികെയാണ് ചെയ്തത്. ഞാൻ ഇംഗ്ലണ്ടിൽ പോയി ബാരിസ്റ്ററേറ്റ് ലോ എടുത്ത് തിരിച്ചു വന്ന് എന്നെ കണ്ടിട്ടാണ് വല്യപ്പച്ചൻ മരിച്ചത്, ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പം അവരുടെ വല്യപ്പച്ചൻ്റെ ആഗ്രഹം എന്നിൽ കൂടെ നടക്കുന്നത്. എന്നാൽ ഈ വല്യപ്പച്ചൻ മരിച്ചു കഴിഞ്ഞപ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഈ നിയമത്തിൽ നിന്ന് മാറ്റി വെച്ച് ജീവനുള്ള നിയമങ്ങൾ പഠിക്കാനായിട്ട് പൗലോസിനെ അടിച്ചു മാറ്റിയതുപോലെ മാറ്റി പഠിപ്പിച്ച ദൈവമാണ്. അപ്പം എൻ്റെ സത്യം പറഞ്ഞ എന്നെ വചനം പഠിപ്പിച്ചത് ക്രിസ്തു തന്നെയാണ്. അതെനിക്ക് ഉറപ്പുണ്ട്, നല്ല ഉറപ്പാണ് എനിക്ക്. ഐ റിമെമ്പർ ഒരു ദിവസം രാത്രിയിൽ യേശു എൻ്റെ മുറിക്കകത്ത് കടന്നു വന്നിട്ട്
വേദപുസ്തകത്തിൻ്റെ ആദ്യ പേജ് തൊട്ട് അവസാനത്തെ പേജ് വരെ ഇങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് മറിച്ച് ലാസ്റ്റ് വരെ കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് യേശു എഴുന്നേറ്റ് പോകുന്നത് ഞാൻ കണ്ടു. പിന്നെ എപ്പം വേദപുസ്തകത്തിൻ്റെ ഏത് ഭാഗം എടുത്ത് വായിച്ചാലും എനിക്കറിയാം അതിനെക്കുറിച്ച് പഠിക്കാനുള്ള കൃപ, അല്ലെ അതിനെക്കുറിച്ച് വായിക്കാനുള്ള കൃപ എല്ലാം ഇങ്ങനെ അടുക്കം ചിട്ടയായിട്ട് ദൈവം ഇങ്ങോട്ട് വേണം. അപ്പം ഐ അണ്ടർസ്റ്റുഡ്. വചനത്തിനകത്തോട്ട് ദൈവത്തിൻ്റെ ആത്മാവിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലുണ്ടായ പീസ്, അതാണ് ഇൻഡിക്കേഷൻ ദാറ്റ് ഐ ആം നോട്ട് സ്റ്റാൻഡിങ് ഓൺ ദ കോൾ വിച്ച് ഗോഡ് ഹാസ് ഗിവൺ. ദൈവം വിളിച്ച വിളിക്ക് യോഗ്യമായ വിധത്തിൽ വരുമ്പോൾ മറ്റുള്ളവരെ കാണിക്കുകയല്ല, എൻ്റെ ഉള്ളിലൊരു പീസ്. അത് തന്നെയാണ് ഈ വചനം പറയുമ്പോഴും. വചനം പറഞ്ഞില്ലേൽ അനേകം മക്കൾ വചനം പറയുന്നുണ്ട്, ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല അനേകം. പക്ഷേ ദ ഡ്യൂട്ടി ഗോ ആൻഡ് ടു ഓൾ ദ വേൾഡ് ആൻഡ് പ്രീച്ച് ദ ഗുഡ് ന്യൂസ്, അത് എല്ലാവർക്കും ദൈവത്തമ്പുരാൻ ഇട്ട് തന്നിരിക്കുന്ന. അത് എനിക്കൊരു കോളുണ്ടെന്ന് എൻ്റെ അന്തരാത്മാവ് പറയുമ്പം വേറെ ഐ വിൽ സേ ദാറ്റ്. അതുകൊണ്ടാണ് നല്ല ധൈര്യമായിട്ടും ശക്തമായിട്ടും എന്നെ ഒപ്പോസിഷൻ ഉണ്ടെങ്കിലും ഞാൻ തന്നെ വചനം പറയുന്ന തീരുമാനം. അപ്പോൾ ആദ്യകാലങ്ങളിൽ വചനം പറയുന്നതിന് ഒത്തിരി എൻകറേജ്മെൻ്റ് ഒന്നും എങ്ങും വന്നില്ല. പക്ഷേ ഇഫ് ഗോഡ് ഹാസ് കോൾഡ് മീ ഐ ന്യൂ ഹി വിൽ ഓപ്പൺ ദ ഡോർ. അങ്ങനെ ദൈവം തന്നെയാണ് TV ചാനൽ ഓപ്പൺ ചെയ്യിപ്പിച്ചു തന്നതും. ഇന്ന് ദിനം പ്രതി എന്നാൽ TV ചാനൽ തന്നെ നിർത്തിയാക്കാൻ കുറച്ചുകൂടെ കുറയ്ക്കാമെന്ന് വിചാരിച്ചപ്പോൾ ദൈവം എല്ലാ ദിവസവും പറയുന്ന ഒരു സാഹചര്യമാക്കി തന്നു. അപ്പം ദൈവത്തിനറിയാം. ആൻഡ് ഐ നോ ദ പീസ്. ശരിയാണ്, ഇറ്റ് നോട്ട് ഈസി ടു ടെൽ ദ വേൾഡ്. എല്ലാ ദിവസവും എടുത്ത് വചനം പറയണമെങ്കിൽ എത്ര മണിക്കൂറുകൾ വായിച്ചു തന്നിട്ടാണ് നമ്മൾ ഈ വചനം പറയുന്നത്. അത് ഈസി അല്ല. പക്ഷേ ഏതൊരു പ്രയാസവും നമ്മുടെ കോളിനകത്താണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളെ വിളിക്ക് യോഗ്യനായിട്ടാണ് നീ ചെയ്യുന്നതെങ്കിൽ അത് ചെയ്യാനുള്ള ശക്തി ദൈവം. അതാണ് നമ്മൾ. അപ്പം നമ്മളോട് എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4 അതിനെടുക്കാൻ ഉപയോഗിക്കുന്നത്. കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ, നോക്കണേ, പൗലോസ് പറയാണ്, ഞാൻ കർത്താവിൻ്റെ സേവന ചെയ്യുന്ന മനുഷ്യനാണ്, സേവ ചെയ്യുന്ന മനുഷ്യനാണ്, ഞാൻ ബദ്ധനാണ്, ഞാൻ തടവിലാണ്, പ്രിസണറിലാണ്. പക്ഷെ അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഞാൻ യേശുവിന് ബദ്ധനാണ്. കർത്താവിൻ്റെ സ്നേഹചങ്ങല പൗലോസിൻ്റെ കാലേ കാണണം. കർത്താവിൻ്റെ സ്നേഹചങ്ങല എൻ്റെ കാലയിൽ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമ്മളെല്ലാം ഇട്ട് ചൂടും, നമ്മളാ നിൽക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് അങ്ങനെ പറയുന്നത്. കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുക എന്ന് വെച്ചാൽ വി ആർ റിയലി ഗിവിങ് ആൻ ഇൻസ്ട്രക്ഷൻ. നിനക്കൊരു ഇൻസ്ട്രക്ഷൻ ഞാൻ പറഞ്ഞു തരികയാണ്. നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്കേണ്ട കോൾ, വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാണ്. ഹൗ ഡു യു നോ നിന്നെ വിളിച്ചു ഇതിനാണെന്ന്? ഹൗ ഡു വി നോ? ഒൺലി ദ ഇന്നർ സ്പിരിറ്റ് ക്യാൻ ടെൽ. വേറൊരാൾക്കത് പറഞ്ഞു തരാനൊക്കത്തില്ല. പക്ഷെ നമ്മൾ കറക്റ്റ് പൊസിഷനിൽ വരുമ്പോൾ വി നോ ദാറ്റ്സ് വെയർ വി ആർ. അത് കാണാത്തപ്പോഴാണ് ഈ അമ്മമാർ കിടന്ന് വേണം വെക്കും മക്കളോട്. ഇപ്പോൾ എൻ്റെ മോനൊക്കെ ആണെങ്കിൽ വചനം പഠിപ്പിച്ചുകൊണ്ടിരുന്നാൽ ഇപ്പം വചനത്തിൽ നിന്ന് പുറകോട്ട് മാറി. അപ്പം ഞാൻ എപ്പോഴും പറയും, വചനം പഠിപ്പിച്ച ആളെങ്ങനെ പുറകോട്ട് മാറി തിരിച്ചു പറഞ്ഞു. അവൻ്റെ കോളിലേക്ക് വരുന്നില്ല. അവൻ്റെ കോളിൽ, അതാണ് എൻ്റെ കോളിൽ, ദ കോൾ വിച്ച് ഗോഡ് ഹാസ് ഗിവൺ. അത് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അത് ഏതൊരു മക്കൾക്കും ഉണ്ട്, ഏതൊരു സ്ത്രീക്കും ഉണ്ട്, ഏതൊരു പുരുഷനും ഉണ്ട്. ബട്ട് പൗലോസ് പറയുന്ന സത്യം ഇതാണ്. അതുകൊണ്ട് ക്രിസ്തു സേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുകയാണ്. നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. 5 കാര്യങ്ങളാണ് പറയുന്നത്. നമ്മളെ വിളിച്ചവൻ വിശ്വസ്തനാണ്. പക്ഷെ നമ്മളെ വിളിച്ചു കഴിയുന്ന ഉടനെ അതിൻ്റേതായിട്ടുള്ള ഓരോ ഘടകം പഠിപ്പിക്കുന്നതിന് എന്തെല്ലാം കാര്യങ്ങൾ, 5 കാര്യങ്ങൾ വിളിച്ചവനുണ്ടായിരിക്കണം. 1, നീ പൂർണ്ണ വിനയമുള്ളവനായി മാറണം. പൂർണ്ണ വിനയം, സൗമ്യത, ദീർഘക്ഷമ, ഇല്ലേ, സൗമ്യതയുള്ളവൻ, ദീർഘക്ഷമ, പിന്നെ സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുന്നവൻ, ആത്മാവിൻ്റെ ഐക്യതയുള്ളവൻ, ആത്മാവിൻ്റെ ഐക്യതയിൽ, എന്നിട്ടെന്ത്, സമാധാന ബന്ധത്തിൽ കാപ്പാൻ. എത്ര പ്രധാനപ്പെട്ട ചില പോയിന്റുകളല്ലേ ഇവിടെ പറഞ്ഞു തരുന്നത്. നമ്മളെ വിളിച്ചെങ്കിൽ ആദ്യം വിനയം പഠിപ്പിക്കും. വിനയവും സൗമ്യതയും ഇല്ലാതെ ദൈവത്തിന് നമ്മളെടുത്ത് ഉപയോഗിക്കാനൊക്കത്തില്ല. നമ്മൾ വിനയം, കർത്താവിനോടാണ് വിനയപ്പെടുന്നത്. കർത്താവേ, ഞാൻ നിൻ്റെ ദാസിയാണ്. പൗലോസ് അങ്ങനെയല്ലേ പറയുന്നത്? ഞാൻ ചങ്ങലയിട്ട് വെച്ചിരിക്കുകയാണ്. ആരോട്? ക്രിസ്തുവിനോട്.
എന്നാൽ പൗലോസ് ജയിലിൽ വെച്ചാണ് ഇത് എഴുതുന്നത്. ബട്ട് അതിൻ്റെ ഇമ്പോർട്ടൻസ് അതല്ല. ഞാൻ എങ്ങനെയാണ്, അതുകൊണ്ടാണല്ലോ ജയിലിലാകട്ടെ, ഷിപ്പിലാകട്ടെ, വെള്ളത്തിലാകട്ടെ, എവിടെ പോയാലും പൗലോസിന് ലേഖനം എഴുതാൻ വെക്കും. നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. അതാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം. ആ സ്നേഹത്തിലേക്ക് നമ്മളെ വിളിച്ചു മാറ്റിയവൻ പറയുകയാണ്, നിങ്ങളെ പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും. പൂർണ്ണവിന് സൗമ്യത എന്നൊക്കെ പറയുമ്പം നമ്മുടെ മുമ്പിൽ മീക്ക്നെസ്സാണ് സൗമ്യത. അതായത് മീക്ക്നെസ് മീൻസ് പവർ അണ്ടർ കൺട്രോൾ. നമുക്ക് ശക്തിയുണ്ട്, പക്ഷെ വി ആർ കൺട്രോളിങ് ഇറ്റ്. നമുക്ക് ദേഷ്യപ്പെടാൻ അറിയാം, പക്ഷെ വി ആർ നോട്ട് ഗെറ്റിംഗ് ആംഗ്രി. വി ഹാവ് ഗോട്ട് ഓൾ ദ റീസൺസ് ടു ഡിഫെൻഡ്, ബട്ട് ഐ ആം നോട്ട് ഡിഫെൻഡിങ്. അല്ലേ? അടുത്ത യേശു ക്രിസ്തു പിലാത്തോസിന് മുമ്പിൽ നിന്നപ്പം സത്യം എന്തെന്ന് ചോദിച്ചു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനെന്ന് യേശു നേരത്തെ പറഞ്ഞു, ഞാൻ തന്നെയാണ്. അടുത്ത ഒരൊറ്റ പക്ഷത്തിൽ പിലാത്തോസ് പറയുന്നതിനകത്ത് നീ പറഞ്ഞത് തന്നെയെന്ന് പറയല്ലാതെ ഞാനാണ് സത്യം, സത്യമാണ് മുമ്പിൽ നിൽക്കുന്നത്. ആ സൗമ്യത നമ്മളിരിക്കും. മോശയെക്കുറിച്ച് ചിന്തിക്കും. മോശയാണ് എടുത്തുചാട്ടക്കാരനാണ്. ആ സൗമ്യത വന്നപ്പോൾ എന്ത് സംഭവിച്ചു? മോശയുടെ അത്രയും സൗമ്യതയുള്ള ഒരാളില്ലെന്ന് ദൈവം പറയുന്നു. ആദ്യം ഒരാളെ അടിച്ചിട്ട് അന്നേരം ചത്തുപോയിടും. ഇതൊക്കെ മാറ്റങ്ങൾ വിളിച്ച വിളിയിൽ വരുമ്പോൾ ഈ രൂപാന്തരം. വിളിച്ച വിളിയിൽ വന്ന് നിൽക്കണം. ഒരു ദിവസം പോലും വെറുതെ കളയാനില്ല. ഹൗ ക്യാൻ വി? ഞാൻ എപ്പോഴും പറയും, ഇപ്പം എൻ്റെ പ്രായത്തിൽ ഞാൻ നല്ലതായിട്ട് അധ്വാനിച്ച് ജോലി ചെയ്തിട്ടാണ് ഈ വചനം പറയുന്നത്. അതുപോലെ ഞാൻ പഠിക്കുന്നുണ്ട്, എനിക്കറിയാം. പക്ഷേ ഈ ചെറുപ്പക്കാരെയൊക്കെ കാണുമ്പോൾ ഞാൻ അവർക്ക് അല്പനേരം ഒരു ചെറിയ ജോലി പോലും വിശ്വസ്തയോടെ ചെയ്യാൻ അറിയത്തില്ല. ഹൗ ഡു യു എൻറ്റർ ദ കോൾ ഓഫ് ദ ലിവിങ് ഗോഡ്? ദൈവം വിളിച്ച് വിളിക്ക് യോഗ്യനാണെന്ന് ദൈവം എണ്ണണമെങ്കിൽ നമ്മൾ വിശ്വസ്തത കാണിക്കണ്ടേ? ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മറന്നു പോകുന്നുണ്ട്. കർത്താവ് പറയാണ്, പൂർണ്ണ വിനയം, സൗമ്യത, ദീർഘക്ഷമ വേണം. ഈ ക്ഷമയെന്ന് പറയുന്നത് ചുമ്മാതിരിക്കുന്നതല്ല. ഒരു കാര്യം ദൈവത്തെ ഏൽപ്പിച്ചിട്ട് അതിൻ്റെ എവ്രി മൂവ്മെൻറ്റ് ദൈവത്തിൽ മനസ്സിലാക്കി ഉറച്ചു നിൽക്കുകയാണ്. മറ്റുള്ളവരറിയത്തില്ല, നമുക്കറിയാം. ഗോഡ് ഈസ് മൂവിങ് തിങ്സ്. അവിടെ പുറമേ നമ്മൾ ദീർഘക്ഷമ കാണിക്കണമെങ്കിൽ ഇന്നർ കോൺഫിഡൻഷ്യലായിട്ട് ഉറ്റ ബന്ധത്തിലുള്ള സംസാരം കേൾക്കണം. അതിന് എക്സാമ്പിൾ എന്താ? ഒരു ഭർത്താവ് പറയാണ്, ഞാൻ നിന്നെ ഇട്ട് ഒരിക്കലും പോകത്തില്ല, ഞാൻ എൻ്റെ ബാങ്കിലുള്ള പൈസ എല്ലാം ഞാൻ നിനക്ക് തന്നിരിക്കുകയാണ്. വേറൊരാൾ വന്നു വെച്ച് പറയാം, നിനക്ക് ഒന്നുമില്ല, എൻ്റെ ഭർത്താവ് നിന്നെ സ്നേഹിക്കുന്നില്ല, നിനക്കൊന്നും. ദ വൈഫ് വിൽ നോട്ട് മൂവ്. ആ സ്ത്രീ അനങ്ങൂല. ബിക്കോസ് ഷീ നോസ് വാട്ട് ദ ഹസ്ബൻഡ് ടെൽസ്. ആ ഭർത്താവ് വീട്ടിനകത്ത് എന്താ പറയുന്നതെന്ന് അവർക്ക് ഓർമ്മയുണ്ട്. യേശു നമ്മളോട് എന്നും സംസാരിക്കുകയാണ് പ്രാണപ്രിയനായിട്ട്, പക്ഷെ ശബ്ദം കേൾക്കുന്ന പോലും ഇല്ല. അവൻ്റെ ശബ്ദം വ്യക്തമായിട്ട് കേട്ടിട്ട് ഞാൻ നിന്നെ പരിപാലിക്കാം, ഞാൻ അന്ത്യം വരെ, ഞാൻ അവസാനം വരെ. വേറെ ആർക്കും അങ്ങനെ പറയാനൊക്കത്തില്ലല്ലോ. ഐ വിൽ നെവർ ലീവ് യു നോ forsake you. ആ ദൈവശക്തിയാണ് നമ്മുടെ പറയുകയാണ്. അതുകൊണ്ട് എന്ത് ഗുണങ്ങളതെയാണ്. അവ പൂർണ്ണ വിനയം, സൗമ്യത, ദീർഘക്ഷമ, സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കണം. സ്നേഹമുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ബലഹീനത കാണത്തില്ല. അതുകൊണ്ടേ തന്നെ ക്ഷമിക്കും, മൂടി വെക്കും. അതിന് ഒരു എക്സാമ്പിൾ എനിക്ക് പറയാനുള്ളത്, കൊച്ചുമക്കൾ വീട്ടിൽ വരുമ്പോൾ നല്ല കുസൃതി ചിലപ്പം കാണിക്കുക. എന്നോട് മോൻ ചോദിക്കുക, അങ്ങനെ ഞാൻ പറയും ഇത്രയും നല്ല പിള്ളേർ വേറെ ഇല്ലെന്ന്. അപ്പം പറയും അമ്മ അവരെ സ്പോയിൽ ചെയ്യാന്ന്. നല്ല സ്പോയിൽ ചെയ്യില്ല. ആസ് ഗ്രാൻഡ് പേരൻസ് വി ഡോണ്ട് സീ എനിത്തിങ് ബാഡ് ഇൻ ദ സ്മോൾ ചിൽഡ്രൻ. അത് നമുക്ക് ഗ്രാൻഡ് ചിൽഡ്രനാണ്. കർത്താവിൻ്റെ സ്നേഹത്തിന് മുമ്പിൽ നമ്മുടെ ബലഹീനതകളെ കവർ ചെയ്തിട്ട് നമ്മുടെ പിതാവിൻ്റെ മുമ്പിൽ എന്നും നിർത്തുന്നത് അവൻ്റെ സ്നേഹമാണ്. അതുപോലെ നമുക്ക് അന്യോന്യം ക്ഷമിക്കാൻ ഒക്കുന്നുണ്ടോ? ഇറ്റ്സ് നോട്ട് പോസിബിൾ അൺലെസ് യു ആർ ടോട്ട്. പഠിപ്പിക്കണം നമ്മളെ ആരെങ്കിലും. നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. പൗലോസിൻ്റെ ഓരോ വാക്കിനും അർത്ഥമുണ്ട്. അതാ പറയുന്നതിൻ്റെ ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കണം. ആത്മാവിൻ്റെ ഐക്യത ഉണ്ടാണെങ്കിൽ, സമാധാനം ഉണ്ടെങ്കിൽ അത് ശക്തമായിട്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്ന്, അതിന് ശ്രമിക്കണം. ഒരു നന്മയും സ്വയമേ ഉണ്ടാകത്തില്ല ഈ ലോകത്തിൽ. നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യാം. നമുക്കൊരു ഗാർഡൻ ഏൽപ്പിക്കാം, നല്ല മനോഹരം തന്നപ്പം, പക്ഷേ ഒരു മാസം നോക്കാതിരിക്കട്ടെ, അത് അഴുക്കായിപ്പോവും. 2 ആഴ്ച മതി. ഒരു വർഷം നോക്കാതിരിക്കാമെങ്കിൽ അവിടെ ഒരു നല്ല കാണിയും കാണത്തില്ല. അപ്പടിയും അഴുക്കായിട്ട് അത് മാറിപ്പോവും.
അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നതിനെ സൂക്ഷിക്കേണ്ട കടമ നമുക്കുണ്ട്. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയാണ് അടുത്ത വാക്യം കൂടെ, നിങ്ങളെ വിളിച്ചപ്പോൾ ഏകപ്രത്യാശയ്ക്ക് നിങ്ങളെ വിളിച്ചതുപോലെ ശരീരമൊന്ന്, ആത്മാവൊന്ന്, കർത്താവൊന്ന്, വിശ്വാസമൊന്ന്, സ്നാനമൊന്ന്, എല്ലാവർക്കും മീതെയുള്ളവന് എല്ലാവരും കൂടെ വ്യാപരിക്കുന്നതിന് എല്ലാവരിലും ഇരിക്കുന്നതിന് എല്ലാവർക്കും ദൈവവും പിതാവുമായ ഒരുവൻ തന്നെ. ഇതാ നമ്മൾ എല്ലാത്തിൻ്റെ ഉറവ ദൈവമാകണം. ഐക്യത, ഏകപ്രത്യാശയ്ക്കായി വിളിച്ചതിനാൽ നമ്മുടെ ശരീരം ഒന്നാണ്, ആത്മാവൊന്നാണ്, പരിശുദ്ധാത്മാവ് ഒന്നാണ്, കർത്താവ് ഒരാളാണ്, വിശ്വാസം ഒന്നാണ്, സ്നാനം ഒന്നാണ്, എല്ലാവർക്കും മീതെയുള്ള എല്ലാവരിലും കൂടെ വ്യാപരിക്കുന്നതിനും എല്ലാവരിലും ഇരിക്കുന്നതിനും എല്ലാവർക്കും ദൈവവും പിതാവും. അപ്പോൾ പുത്രൻ തമ്പുരാൻ ഒന്ന്, പിതാവൊന്ന്, വിശ്വാസമൊന്ന്, ശരീരമൊന്ന്, ആത്മാവൊന്ന്. പിന്നെ എങ്ങനെയാണ് ഘടകത്തിനകത്ത് വിദ്വേഷം വരുന്നത്? നമ്മുടെ ശരീരങ്ങളുടെ കൈ പറയുകയാണ് ഞാൻ ഇന്നോട്ട് ഒന്നും ചെയ്യാൻ പോകുന്നില്ല, ഞാൻ വാ പറയുകയാണ് ഞാൻ വാ തുറക്കത്തില്ല, ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ല, തീർന്നില്ലേ? മനുഷ്യന് ഭക്ഷണം കഴിക്കാത്തവർ നമ്മളെ വിളിച്ച് ചിലപ്പം ഡോക്ടറിനോട് സംസാരിക്കുന്നതാണ്, വിശപ്പില്ല, ഭക്ഷണം കഴിക്കാൻ ഒക്കുന്നില്ല. ഭക്ഷണം കഴിക്കുന്നവർക്ക് അതിൻ്റെ വിഷമം അറിയുന്നില്ല. ഒരവയവും നമ്മുടെ ശരീരത്തെ ഫങ്ഷൻ ചെയ്തില്ലെങ്കിൽ വി ആർ ഡൂംഡ്. അങ്ങനെയെങ്കിൽ ആത്മീയ ഗോളത്തിൽ നമ്മൾ ഒന്നിച്ച് കൂട്ടായ്മയായിട്ട് നിന്നിട്ട് ഏക ശരീരത്തോടെ, ഏക ആത്മാവിൽ, ഏക ദൈവത്തിൻ്റെ മക്കളായിട്ട് ജീവിപ്പാൻ നമ്മളെ പഠിക്കണം. അതാണ് പൗലോസ് നമ്മളെ ആഹ്വാനം ചെയ്യുന്നത്. അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ പറയുക, നമ്മളെ വിളിക്ക് യോഗ്യമായ വിധത്തിൽ ദൈവത്തിലേക്ക് കടന്നു വരിക. ആ ഒരു ഭാഗ്യം നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ വിളി മറന്ന് ജീവിക്കാനുണ്ട്. അനേകം മക്കളെ വിളിച്ചു മാറ്റുകയാണ്. എൻ്റെ വചനം കേൾക്കുന്ന അനേകം മക്കളോട് ഞാൻ പറയുകയാണ്, നമ്മുടെ മക്കളൊക്കെ ദൈവത്തിൻ്റെ വിളിയിലേക്ക് കടന്നു വരാൻ വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഇത്ര നാൾ അവരൊക്കെ ഒത്തിരി ഉണ്ടാക്കിയില്ല, അല്ലെങ്കിൽ ഓടി നടന്നില്ല, മതി, കർത്താവിന് വേണ്ടി കടന്നു വരട്ടെ. വിളിച്ച് ആ വഴിയൊന്ന് വെട്ടി തുറന്നു കൊടുക്കുക. നമുക്കത് ചെയ്യാം. അതാ നിൻ്റെ മുമ്പിലേക്ക് ഞങ്ങൾ കടന്നു വരികയാണ്. വിളിക്ക് യോഗ്യമായിട്ട് ഓരോരുത്തർക്കും ഓരോ വിളി കൊടുത്താണ് വിട്ടിരിക്കുന്നത്. ഇറ്റ്സ് എ കോൾ ഫ്രം എബവ്. സൃഷ്ടാവാം ദൈവത്തിന് ഏത് കഴിവിലാണ് ഇവർ ഏറ്റവും എക്സൽ ചെയ്യുന്നതെന്ന് അറിയുന്നുണ്ട്. ആ കഴിവ് പൂർണ്ണമായിട്ട് 100% വർദ്ധിപ്പിച്ചെടുത്ത് ദൈവത്തിൻ്റെ മഹത്വത്തിനും നമുക്കും മറ്റുള്ളവർക്കും പ്രയോജനപ്രദമാക്കി മാറ്റാൻ ജീവവൃക്ഷത്തിൻ്റെ അടുക്ക കൊണ്ടുവന്ന് കർത്താവിൽ നിന്ന് പ്രാപിച്ചെടുക്കുന്ന സമാധാനത്തിനും ഐക്യതയിലും സ്നേഹത്തിലും ചെയ്തെടുക്കാനുള്ള കൃപ തരണം. അതിന് വേലി വെട്ടിക്കൊടുക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണം കർത്താവ്. വ്യക്തികളോടല്ല ഞങ്ങൾ നോക്കുന്ന കർത്താവ്, നീ വിളിക്ക് യോഗ്യമായിട്ടാണ് അവർ ജീവിക്കുന്നത്. ഒരുപക്ഷെ അവർ ഈ ലോകത്തിൻ്റെ പ്രകാരം ധാരാളം പൈസ ഉണ്ടാക്കുന്നുണ്ടായിരിക്കും, നല്ല ജോലിയായിരിക്കാം, ഉന്നത പദവിയായിരിക്കും, എല്ലാം നല്ലതാണ്. പക്ഷേ എൻ്റെ കർത്താവെ, അവർക്കുള്ള വിളിക്ക് വിപരീതമാണോ അവർ നിൽക്കുന്നത്? അവർക്ക് വിളിക്ക് വിപരീതമാണ് അവർ നിൻ്റെ ആകർഷണ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അയച്ചിട്ട് അവരെ ആകർഷിക്കണം. കർത്താവെ, ജീവിതത്തിൽ കുറച്ച് നാളെങ്കിലും ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചുള്ള ഒരു ജീവിതത്തിലേക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ആക്കിയെടുക്കണം, ഞങ്ങളെ ആക്കണം. ഞങ്ങൾക്കൊരു വിളിയുണ്ടെന്ന് മനസ്സിലാക്കി അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ബാക്കിയുള്ളതെല്ലാം മാറ്റിവെക്കാനുള്ള ശക്തി തരണം കർത്താവെ. നേർവഴി വെട്ടിത്തുറക്കേണ്ടത് അപ്പച്ചൻ പറഞ്ഞില്ല, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. ആ വഴി അല്ലാത്തതെല്ലാം വെളിപ്പാടിൻ്റെ 3:7-8 പറയുന്നത് പോലെ ദാവീദിൻ്റെ താക്കോലിനും സത്യവാനും ദാവീദിൻ്റെ താക്കോലിനുമായ ക്രിസ്തുവിൻ്റെ വചനമാണിത്. ഞാനൊരു വാതിൽ തുറന്ന് ആർക്കും അടയ്ക്കാൻ സാധിക്കത്തില്ല. ദൈവമേ, നിൻ്റെ വാതിലിൽ കൂടെ കുഞ്ഞുങ്ങൾ കയറട്ടെ. ആ വഴിയിൽ കൂടെ കയറി വന്ന് ജീവനുള്ള ദൈവത്തിൻ്റെ വിളക്കായിട്ട്, നക്ഷത്രങ്ങളായിട്ട്, പ്രയോജനമുള്ളവരായിട്ട് ആത്മാവിൽ ഏക ശരീരം, ഏക ആത്മാവ്, ഏക വിശ്വാസത്തിൽ, ഏക പിതാവിൽ ഉറച്ചു നിന്ന് മുൻപോട്ട് അവരവർക്ക് കൊടുത്തിരിക്കുന്ന കഴിവുകൾ, ദൈവം ഇട്ടിരിക്കുന്ന വരങ്ങൾ ഭംഗിയായിട്ടെടുത്ത് ഉപയോഗിക്കാൻ, പദവികൾ ഉപയോഗിക്കാൻ നീ പഠിപ്പിക്കണമേ. അതിനത് ചെയ്യാൻ പോകുന്നതിന് സ്തോത്രം ചെയ്യുന്നു. ഇച്ഛ ഇട്ട് കൊടുക്കണം, ഇച്ഛ നിവർത്തിക്കുകയും ചെയ്യണം. അത് അവിടുന്ന് ചെയ്യുന്നതിനാൽ നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ, ആമേൻ.